ക്ലാസ് മുറിയിൽ സംസാരിച്ചതിന് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി. ചെർപ്പുളശ്ശേരി തൃക്കടീരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിഷ് കൃഷ്ണയ്ക്കാണ് ഹിന്ദി അധ്യാപകൻ നൌഷാദിന്റെ മർദ്ദനമേറ്റത്. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ പട്ടാറമ്പിൽ മോഹൻദാസ് സരിത ദമ്പതികളുടെ മകനാണ് ആദിഷ്. മർദ്ദനമേറ്റതിനെ തുടർന്ന് തലവേദന അനുഭവപ്പെട്ട കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻപും ഇതേ അധ്യാപകൻ മർദ്ദിച്ചിട്ടുണ്ടെന്നും അന്ന് രക്ഷിതാക്കൾ സ്കൂൾ പ്രധാന അധ്യാപികയോടും അധ്യാപകനോടും പരാതിപ്പെട്ടിരുന്നതായും ആദിഷ് പറഞ്ഞു. വീണ്ടും ക്ലാസ് മുറിയിൽ സംസാരിച്ചതിൽ ഇതേ അധ്യാപകൻ മുഖത്തടിക്കുകയായിരുന്നു. വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ പറയുകയും ചെയ്തില്ല, പെട്ടെന്ന് തല്ലിയത്. പിന്നെയാണ് പറയുന്നത് വർത്തമാനം പറഞ്ഞു. അല്ല, രണ്ടാമത്തെ വട്ടാണ്. ആദ്യം തലടിച്ചിട്ട് അങ്ങനെ ചുമരുമ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് മോത്തി അടിച്ചിട്ട് രണ്ട് സൈഡ് വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞു. ആദ്യത്തെ വട്ടം പറഞ്ഞായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യരുത്, അങ്ങനെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. വടികൊണ്ട് അടിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ രണ്ടാമത് ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞു വരാൻ പറഞ്ഞിട്ട്. അതിൽ അച്ഛൻ വന്ന് എന്നിട്ട് എന്താ ഉണ്ടായി സാറേ, അങ്ങനെ ഉണ്ടാവരുത് പറഞ്ഞല്ലേ പറഞ്ഞിട്ട് ആള് സാറ് ചീറ്റ് ചെയ്ത്, അതായത് ഒരു ദേഷ്യം പെട്ടെന്ന് വന്നിട്ട് തല്ലാൻ വരുന്ന പോലെ. കുട്ടി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്കൂളിലെത്തിയ തന്നെയും അധ്യാപകൻ ആക്രമിക്കാൻ ശ്രമിച്ചതായി കുട്ടിയുടെ അച്ഛൻ മോഹൻദാസ് പറഞ്ഞു. എന്താ സംസാരിച്ചത് എന്താ പറഞ്ഞിട്ട് ഇവനെ പിടിച്ചിട്ട് ചുമരുമ അടിച്ച് കയറ്റുക, കോളർമ പിടിക്കുക, തല വീങ്ങാറുന്നു ബാക്ക് ഭാഗം അടിച്ചിട്ട് പിന്നെ മുഖത്തേക്ക് കുത്തുക. നമ്മൾ ഈ പോലീസ് മുറല്ലേ, അതേപോലെ ക്രൂരമായ അക്രമമായിരുന്നു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ പോയിട്ട് മാഷ് സംസാരിച്ചാണ്. മാഷിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ, എന്ത് കാണിച്ചാൽ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കച്ചറ കുട്ടിന്നല്ല, എന്തായാലും ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പം മാഷോട് പറഞ്ഞിരുന്നു, മാഷെ ഇനി എന്തെങ്കിലും ആവശ്യം ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മാഷ് വടികൊണ്ട് അടിച്ചാൽ മതി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വർക്കിന് പോയത്. അപ്പോൾ എൻ്റെ കുട്ടി വിളിച്ച് പറയത് മാഷ് വീണ്ടും ആക്രമിച്ചു, മുഖത്ത് മുറിയുണ്ട്, അച്ഛൻ വരണം പറഞ്ഞിട്ട് വേറെ കുട്ടിയുടെ ഫോണിൽ വിളിച്ച് പറയുന്നത്. അങ്ങനെ ഞാൻ വൈഫിനും കൂട്ടിയിട്ട് വന്നു. എന്നിട്ട് HMന്റെ ഓഫീസിൽ പോയി മാഷെ വിളിക്കാൻ പറഞ്ഞു. മാഷെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച മാഷിനെ ആക്രമിക്കാൻ വരുന്നത്, എന്നെ അടിക്കാൻ വരും മാഷ്. ഞാൻ പറഞ്ഞു, മാഷോട് പറഞ്ഞു, മാഷ് ഞാൻ മാഷോടൊന്ന് പറഞ്ഞല്ലേ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. മാഷ് എന്തെങ്കിലും അക്രമം കാണിച്ച് ചോദിച്ചപ്പോൾ എന്നെ അടിക്കാൻ വരിയത് മാഷ്. അങ്ങനെ ഉണ്ടായത്. കുട്ടിക്ക് തലവേദന ഉണ്ട്, പിന്നെ മുഖത്ത് മുറിയുണ്ട്. അന്ന് ഞങ്ങൾ ഇനിയിപ്പോ ഉണ്ടാവില്ല വിചാരിച്ചു. നമ്മളിപ്പോ നമുക്കൊരു പ്രശ്നം വേണ്ട, അങ്ങനെ മുന്നോട്ട് പോകാൻ പോട്ടെ, ഒരു വർഷം പറഞ്ഞതാണ്. പരാതിയായിട്ട് മുന്നോട്ട് പോകണം. വെച്ചാൽ അത് നമുക്ക് പേടിയാ. ഇങ്ങനത്തെ സ്കൂളിൽ എങ്ങനെ നമ്മൾ പറഞ്ഞയക്കും? നമ്മുടെ മക്കളുടെ ജീവൻ എന്താ വില ഉള്ളത്? ഇങ്ങനത്തെ മാഷ്മാരത്തിൽ വിട്ടുകഴിഞ്ഞാൽ നമുക്ക്. സംഭവത്തിൽ പോലീസിലും ചൈൽഡ് ലൈനിലും രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ പ്രതിഷേധിച്ച് SFI സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പ്രധാന അധ്യാപകയെ 2 വട്ടം SFI ജില്ലാ കമ്മിറ്റി മെമ്പർ വിളിക്കുന്ന സ്ഥിതിയുണ്ടായി. അധ്യാപക ഫോൺ എടുത്തില്ല. അതിനുശേഷം ഞാൻ വിളിച്ചു അധ്യാപക ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു വിഷയം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒച്ചുണ്ടാക്കിയതിൻ്റെ പേരിൽ അടിച്ചു എന്നാണ് പ്രധാന അധ്യാപക നമ്മുടെ അടുത്ത് തന്ന വിവരം. ഒച്ചുണ്ടാക്കിയതിനല്ല, എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും ഈ രീതിയിൽ ആക്രമിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. ഈ ഒരു നിലപാട് പ്രതിഷേധിച്ചിട്ട് SFI നാളെ സ്കൂളിനകത്തേക്ക് വലിയ പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് അതിന് തന്നെ സൂചിപ്പിക്കാനുള്ളത്. ചളവറ ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് അംഗം കൂടിയാണ് ഈ അധ്യാപകൻ. എന്നാൽ വിഷയം അന്വേഷിച്ചു വരികയാണെന്നും എന്താണുണ്ടായത് എന്ന് പരിശോധിക്കുമെന്നും പ്രധാന അധ്യാപിക സുധ പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി.